മുംബൈ വിമാനത്താവളത്തിൽ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ മറ്റൊരു വിമാനം അതേ റൺവേയിൽ ലാൻഡ് ചെയ്തു. തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ വിമാനം പറന്നുയരുന്നതിനിടെയാണ് സംഭവം. ഒഴിവായത് വൻ ദുരന്തമാണ്. വിവരങ്ങളുമായി പ്രേംലാൽ ചേരുകയാണ്. പ്രേംലാൽ, ഒരു വൻ ദുരന്തം, രാജ്യത്തെ ഞെട്ടിക്കുന്ന ഒരു വൻ ദുരന്തമാണ് ഒഴിവായി പോയത്. എങ്ങനെയാണ് ഒരേ റൺവേയിൽ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ മറ്റൊരു വിമാനം ലാൻഡ് ചെയ്യുക എന്ന ഗൗരവതരമായ പിഴവ് സംഭവിച്ചത്? പ്രേംലാലിൻ്റെ ടെലിഫോൺ കട്ടായിരുന്നു തോന്നുന്നു. ഏതായാലും വളരെ ഗൗരവതരമായൊരു സാഹചര്യമാണ്. കാരണം ഒരു അപകടം തല്ലനാരിടയ്ക്ക് ഒഴിവായി എന്ന് നമുക്ക് പറയേണ്ടി വരും. മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ വിമാനം യാത്രക്കാരുമായി പറന്നുയരുന്നതിനിടെ അതേ റൺവേയിലേക്ക് മറ്റൊരു വിമാനം വന്നിറങ്ങുന്ന ഒരു കാഴ്ച, അത് വളരെ അപകടകരമായൊരു കാഴ്ചയാണ് ഇന്ന് സംഭവിച്ചത്. ഇതെങ്ങനെയാണ് ഈ പിഴവ് എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഒരു വിമാനം പറന്നുയരുകയും ലാൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത്രമാത്രം സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് ഇറങ്ങുക. റൺവേ ഫ്രീ ആയിരിക്കണം, ആ സമയത്ത് റൺവേയിൽ മറ്റു വിമാനങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നതടക്കമുള്ള ഒരുപാട് പ്രോട്ടോകോൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. പ്രേംലാൽ ചേരുന്നുണ്ട് മുംബൈയിൽ നിന്ന്. പ്രേംലാൽ, ഒരു വലിയ ദുരന്തമാണ് ഒഴിവായി പോയത്. ഇതെങ്ങനെയാണ് ഇത്രയും ഗൗരവതരമായൊരു പിഴവ് സംഭവിച്ചത്? എന്താണ് ATCയും വിമാനത്താവള അധികൃതരും ഒക്കെ നൽകുന്ന വിശദീകരണം? വിമാനത്താവളത്തിൽ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ മറ്റൊരു വിമാനം, അതായത് ഇൻഡോറിൽ നിന്ന് വന്ന ഇൻഡിഗോ വിമാനം അതേ റൺവേയിൽ ലാൻഡ് ചെയ്താണ് വലിയ ആശങ്കയുണ്ടാക്കിയത്. ഒരു തലനാരിഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായത്. മുംബൈ വിമാനത്താവളത്തിലെ റൺവേയിൽ ഒരേ സമയം 2 വിമാനങ്ങൾ എത്തുകയായിരുന്നു. എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന റൺവേയിൽ തന്നെ ഇൻഡിഗോ വിമാനം ലാൻഡ് ചെയ്യുകയായിരുന്നു. സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ വൻ അപകടമാണ് ഒഴിവായത്. വിമാനം ലാൻഡ് ചെയ്യാൻ എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിരുന്നതെന്നാണ് ഇൻഡിഗോയുടെ വിശദീകരണം. തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ വിമാനം പറന്നു വരുന്നതിനിടെയായിരുന്നു സംഭവം. മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇൻഡിഗോ വിമാനം റൺവേയിൽ ഇറങ്ങുന്നതിനിടെയാണ് അതേ റൺവേയിൽ തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ വിമാനം പറന്നു വരുന്നത്. തെറ്റായ നിർദ്ദേശം നൽകിയ എയർപോർട്ട് അധികൃതരുടെ വലിയൊരു അനാസ്ഥയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എയർ ഇന്ത്യ വിമാനം വലത്തേക്ക് മാറി പറന്നു വരുന്നതാണ് കൂട്ടിയെഴുതി ഒഴിവായതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് പ്രേംലാൽ, നമുക്ക് കാണാൻ കഴിയും. എയർ ഇന്ത്യ വിമാനം റൺവേയിലൂടെ നീങ്ങി പറന്നു പൊങ്ങുന്നതിന് തൊട്ടുപുറകിൽ ഇൻഡിഗോ വിമാനം വന്ന് ലാൻഡ് ചെയ്യുകയാണ്. ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ ഒരു വലിയ കൂട്ടിയിടി സംഭവിക്കുമായിരുന്നു. കഷ്ടിച്ചാണ് അത് ഒഴിവായി രക്ഷപ്പെട്ടു പോകുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിക്കുകയോ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? വിമാനത്താവള അധികൃതരുടെ വലിയൊരു വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഡയറക്ടർ ഓഫ് ജനറൽ സിവിൽ ഏവിയേഷൻ അന്വേഷണം ആരംഭിച്ചു. ഇൻഡിഗോ വിമാനം റൺവേയിൽ ലാൻഡ് ചെയ്യാൻ അനുമതി നൽകിയ എയർ ട്രാഫിക് കൺട്രോൾ ഓഫീസറിനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അന്വേഷണ സമയത്ത് അദ്ദേഹം ജോലിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. ആ ദൃശ്യങ്ങളിൽ കാണുന്നു എയർ ഇന്ത്യ വിമാനം മുന്നിൽ പോകുന്നു ടേക്ക് ഓഫ് ചെയ്യാനായി. അപ്പോൾ തൊട്ടുപുറകിൽ ഇൻഡിഗോയുടെ വിമാനം, എയർ ഇന്ത്യ വിമാനം റൺവേയിൽ നിന്ന് പറന്നുയർന്ന അതേ നിമിഷം ലാൻഡ് ചെയ്യുന്നു. ഒരു വലിയ അപകടം ഒഴിവായി പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അല്പസമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ വലിയ കൂട്ടിയിടി ആ റൺവേയിൽ സംഭവിക്കുമായിരുന്നു, വലിയ അപകടം ഉണ്ടാകുമായിരുന്നു. ATCയിൽ നിന്ന്, അതായത് എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് നിർദ്ദേശം കിട്ടിയതിനനുസരിച്ചാണ് ആ റൺവേയിലേക്ക് ലാൻഡ് ചെയ്തത് എന്നാണ് ഇൻഡിഗോ വിമാനം അവരുടെ അധികൃതർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വിമാനത്താവളത്തിൻ്റെ അധികൃതരുടെ ഭാഗത്തു നിന്ന് വന്ന വലിയ പിഴവാണ്. ഇപ്പോൾ എന്തായാലും DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ഇതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പ്രേംലാലാണ് മുംബൈയിൽ നിന്ന് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്.